ഹലോ ഫ്രണ്ട്സ്, കൺട്രോൾ സിസ്റ്റത്തിൻ്റെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ബോഡെ പ്ലോട്ടിൻ്റെ ഒരു പ്രോബ്ലം ആയിരുന്നു ചെയ്തിരുന്നത്. ഈ ലെക്ചറിൽ സെക്കൻഡ് പ്രോബ്ലം ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: പ്ലോട്ട് ദ ബോഡെ ഡയഗ്രാം ഫോർ ദ ഫോളോയിങ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. നമുക്കിങ്ങനെ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. സോ ഇതിൻ്റെ സൊല്യൂഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യുക എന്താ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. സോ മാഗ്നിറ്റ്യൂഡ് വരയ്ക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ എന്താ ചെയ്യുക, അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലാണോ നമുക്ക് തന്നിട്ടുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്നുള്ളത് ചെക്ക് ചെയ്യുക. സോ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1+st എന്നുള്ള ഫോമിലേക്ക് നമ്മളതിനെ കൊണ്ടുവരികയാണ് വേണ്ടത്. സോ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മളിതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ്. ആദ്യം എന്താണ്, ന്യൂമറേറ്ററിൽ നമുക്ക് 100 എന്നുള്ള ടേമാണ്. സോ വി ആർ ടേക്കിംഗ് ദാറ്റ് 100 ഔട്ട്. സോ 100 ഔട്ട് എടുത്തു കഴിഞ്ഞാൽ 1+s/100 കിട്ടും. അതുപോലെ ഡിനോമിനേറ്ററിൽ നമുക്ക് 1+st എന്നുള്ള ഫോം കിട്ടാൻ വേണ്ടി ഈ ഫസ്റ്റ് ടേമിൽ നിന്ന് 5ഉം സെക്കൻഡ് ടേമിൽ നിന്ന് 2ഉം നമ്മൾ ഔട്ട് എടുക്കുകയാണ്. സോ 5 എടുത്തു കഴിയുമ്പോൾ 1+s/5, 2 എടുത്തു കഴിയുമ്പോൾ 1+s/2 കിട്ടും. സോ 5 × 2 നമുക്ക് 10ഉം നമുക്ക് ക്യാൻസലായി പോകും. ബാക്കി വരുന്ന വാല്യൂസിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫോമിലാണ് നമുക്ക് കിട്ടുക. സോ ദിസ് ഈസ് അവർ ന്യൂ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഇനി ഇതിൻ്റെയാണ് നമ്മൾ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് വരയ്ക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു, ഇവിടെ എസ് എവിടെയൊക്കെ ഉണ്ടോ അതിനെ jω വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഈ ഇക്വേഷനകത്ത് എവിടെയൊക്കെ എസ് ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ jω വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യുക, അതിൻ്റെ കോർണർ ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. സോ കോർണർ ഫ്രീക്വൻസി കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുക, നമ്മളൊരു ടേബിൾ ഫില്ല് ചെയ്യാണ് ചെയ്യുക. സോ ആദ്യം നമ്മൾ കോർണർ ഫ്രീക്വൻസീസ് നോക്കാം. സോ കോർണർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒമേഗ ഇസ് ഈക്വൽ ടു, നമുക്കറിയാം ഫ്രീക്വൻസി ഈസ് 1/t എന്നുള്ള ഫോമിലാണ്. നമുക്ക് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനൊക്കെ 1+st എന്നുള്ള ഫോമിലാണ്. ഇതിൽ എസിൻ്റെയോ അല്ലെങ്കിൽ jωയുടെ കൂടെ നിൽക്കുന്നത് എന്താണോ അതാണ് നമ്മളുടെ t എന്ന് പറയുന്നത്. സോ 1/that term is our ഫ്രീക്വൻസി. സോ ഇതിൽ ഫസ്റ്റ് ന്യൂമറേറ്ററിൽ 1/s കൂടെ അല്ലെങ്കിൽ jωയുടെ കൂടെ വരുന്ന എന്താണ്, 0.01 ആണ്. 1/01 ആണ് നമ്മുടെ ഒരു കോർണർ ഫ്രീക്വൻസി. അടുത്തത് 1/0.2 ആണ് നമ്മുടെ അടുത്ത കോർണർ ഫ്രീക്വൻസി. 1/0.5 ആണ് നമ്മുടെ നെക്സ്റ്റ് കോർണർ ഫ്രീക്വൻസി. സോ ആ കോർണർ ഫ്രീക്വൻസീസ് ഒക്കെ നമ്മളിവിടെ എടുത്തെഴുതിയിട്ട് ഇതിൻ്റെ അസെൻഡിങ് ഓർഡറിൽ വേണം നമ്മൾ ടേബിൾ ഫില്ല് ചെയ്യാൻ. സോ ഇതിൽ നമ്മൾ നോക്കിയാൽ ഏറ്റവും മിനിമം കോർണർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്, നമുക്കിവിടെ 100/jω എന്നുള്ള ഈ ഒരു ടേമാണ് നമ്മുടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്. അതിൽ നമുക്ക് കോർണർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 0 ആണ്. ബിക്കോസ് അത് നമ്മളെ 1+st എന്നുള്ള ഫോമിലല്ല വരുന്നത്. സോ അതായിരിക്കും നമ്മുടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 100/jω. ഇനി നമുക്ക് വരുന്ന സെക്കൻഡ് മാക്സിമം കോർണർ ഫ്രീക്വൻസി എന്താണ്, 1/0.5 എന്നുള്ള ഫോമാണ്. ദാറ്റ് ഈസ് ദിസ് ടേം. സോ 1/1+0.5jω നമ്മൾ നെക്സ്റ്റ് ടേം ആയിട്ട് എഴുതുക. നെക്സ്റ്റ് ഹയർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 5 റേഡിയൻസ് ആണ്, വിച്ച് ഇസ് 1/0.2. 0.2 വരുന്ന സെക്ഷൻ ഈ പോയിന്റ് സെക്ഷൻ ആണ്. സോ 1/1+0.2jω ആണ് നമ്മുടെ നെക്സ്റ്റ് ടേം ആയിട്ട് വരും. ദെൻ നെക്സ്റ്റ് ഹയർ ഫ്രീക്വൻസി ഈസ് 100 റേഡിയൻസ് പെർ സെക്കൻഡ്. അത് നമ്മുടെ ന്യൂമറേറ്റർ ടേം ആണ്. അത് നമ്മൾ അങ്ങനെ തന്നെ 1+0.1jω എന്ന് എഴുതും. ഓരോ ടേംസുകളും നമ്മൾ ഫില്ല് ചെയ്യാൻ പോവാണ്. ഫസ്റ്റിൽ നമുക്കറിയാം ഈ ഒരു ടേമിന് കോർണർ ഫ്രീക്വൻസി ഒന്നും ഇല്ല. സോ ഇനി നമ്മൾ സ്ലോപ്പ് കാണാം. ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ കണ്ടിരുന്നു. ഇഫ് ഇറ്റ് ഈസ് 1/jω then slope will be -20. If it is 1/jω² then slope will be -40. Like that it will go. If it is jω then the slope will be +20. If it is jω² the slope will be +40. Like that it will go. സോ ഈ ഒരു കൺസിഡറേഷൻ വെച്ചിട്ട് നമ്മളിവിടെ സ്ലോപ്പ് നോക്കുകയാണെങ്കിൽ 1/jω ആണ് നമുക്ക് വരുന്നത്. അതുകൊണ്ട് സ്ലോപ്പ് എന്ന് പറയുന്നത് -20 ആണ് വരിക. ഇത് ഫസ്റ്റ് സ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ there won't be any change in slope. ഇനി നമ്മൾ നെക്സ്റ്റ് ടേം എടുക്കുകയാണ്. ഇവിടുത്തെ കേസിൽ എന്താണ് വരുന്നത്, കോർണർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 0.5 വരുന്ന കോർണർ ഫ്രീക്വൻസി ഈസ് 2. സോ കോർണർ ഫ്രീക്വൻസി ഫില്ല് ചെയ്യുന്നു. നെക്സ്റ്റ് എന്താണ്, 1/jω എന്നുള്ള ഫോമിലാണ്. അതുകൊണ്ട് തന്നെ സ്ലോപ്പ് വിൽ ഓൾസോ ബി -20. ചേഞ്ച് ഇൻ സ്ലോപ്പ് നോക്കുകയാണെങ്കിൽ -20 ആണ് നമുക്ക് ചേഞ്ച് ഇൻ സ്ലോപ്പ് വരുന്നത്. സോ ഇറ്റ് വിൽ ബി -40. നെക്സ്റ്റ് ടേം ഇസ് 1/1+0.2jω. ഇതിൻ്റെ കോർണർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമുക്ക് 5 ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഈ സെയിം ഫോം തന്നെയാണ്. സോ അഗെയിൻ ഇറ്റ് വിൽ ബി -20. സോ -40 -20 ആയിരിക്കും നമ്മളുടെ ചേഞ്ച് ഇൻ സ്ലോപ്പ്. നെക്സ്റ്റ് ടേം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത് ന്യൂമറേറ്ററിലെ ടേം ആണ്. അതിൻ്റെ കോർണർ ഫ്രീക്വൻസി ഈസ് 100.
ഓക്കെ, ഇതിൻ്റെ സ്ലോപ്പ് നമ്മൾ നോക്കിയാൽ കാണാം, ജെ എന്ന് പറയുന്നത് ന്യൂമറേറ്റർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്ലോപ്പ് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി +20. സോ +20 ആണ് എനിക്കതിൽ സ്ലോപ്പ് കിട്ടുക. സോ വാട്ട് ഈസ് എ ചേഞ്ച് ഇൻ സ്ലോപ്പ്? -60 +20 ആണ് ചേഞ്ച് ഇൻ സ്ലോപ്പ് വരിക, വിച്ച് ഇസ് -40. ഓക്കെ, സോ ഇത്രയും വാല്യൂസ് ആണ് എനിക്കതിൽ കിട്ടുന്നത്. സോ ഇത് കിട്ടിയതിന് ശേഷം വാട്ട് ഈസ് അവർ നെക്സ്റ്റ് സ്റ്റെപ്പ്? നമ്മളുടെ ഒമേഗ എൽ ആൻഡ് ഒമേഗ എച്ച് വാല്യൂ അസ്യൂം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും മിനിമം ഒമേഗ വാല്യൂ എന്താണെന്ന് നോക്കുക. ദാറ്റ് ഇസ് 2 ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇതിനേക്കാൾ ചെറുതായിട്ടുള്ള ഒരു വാല്യൂ നമ്മൾ ഒമേഗ എൽ ആയിട്ട് അസ്യൂം ചെയ്യുക. സിമിലർലി നമുക്ക് കിട്ടിയിട്ടുള്ള മാക്സിമം കോർണർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 100 ആണ്. ഇതിനേക്കാൾ ഹയർ ആയിട്ടുള്ള ഒരു വാല്യൂ ഒമേഗ എച്ച് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യും. ഓക്കെ, അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അസംഷൻ എടുക്കാം. സോ ഇവിടെ ഞാൻ ഒമേഗ എൽ 0.1 ആയിട്ടും ഒമേഗ എച്ച് 200 ആയിട്ടുമാണ് ഞാനിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ ഈ വാല്യൂ നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എത്ര ഒമേഗ ഫ്രീക്വൻസി ഉണ്ട്? 0.1, 2, 5, 100 ആൻഡ് 200. ഇതിൽ ഞാൻ കഴിഞ്ഞ ലെക്ചറിൽ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ രണ്ട് വാല്യൂസ് ഒമേഗ എൽ എന്ന് പറയുന്ന വാല്യൂ ആൻഡ് ഒമേഗ C1 എന്ന് പറയുന്ന വാല്യൂ, ആ രണ്ട് വാല്യൂസിനും സെയിം ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന ഗെയിൻ കാൽക്കുലേഷൻ എല്ലാം ഇറ്റ്സ് എ ഡിഫറെന്റ് ഇക്വേഷൻ. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? കാൽക്കുലേറ്റിംഗ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഗെയിൻ ആൻഡ് ഒമേഗ എൽ ആൻഡ് ഒമേഗ C1. സോ അറ്റ് ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ എല്ലിന് നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരിക? എ ഇസ് ഈക്വൽ ടു 20 log ഓഫ് മോഡുലസ് ഓഫ് ഫസ്റ്റ് ടേം ആണ് നമ്മുടെ 100 ഡിവൈഡഡ് ബൈ ജെ ഒമേഗ. ഇതിൽ ഒമേഗയ്ക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു? ഒമേഗ എൽ എന്ന് പറയുന്ന വാല്യൂ. ഒമേഗ എൽ നമ്മൾ അസ്യൂം ചെയ്തത് 0.1 ആണ്. സോ നമ്മൾ ജസ്റ്റ് കാൽക്കുലേറ്ററിനകത്ത് ഒമേഗ ഇസ് ഈക്വൽ ടു 0.1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ബി ഗെറ്റിംഗ് 60 dB. നെക്സ്റ്റ് ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ C1 എന്ന് പറഞ്ഞ വാല്യൂ. ഒമേഗ C1 നമുക്കിവിടെ എന്താണ്? 2 ആണ്. സോ സെയിം ഇക്വേഷനകത്ത് ഒമേഗയ്ക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു? ഒമേഗ C1 വാല്യൂ കൊടുക്കുകയാണ്, വിച്ച് ഇസ് 2. സോ 100 ഡിവൈഡഡ് ബൈ 2 ആണ് നമുക്കിവിടെ കിട്ടുക. ഇതും നമ്മൾ കാൽക്കുലേറ്ററിൽ നോക്കിയാൽ ഇറ്റ് വിൽ ബി അറൌണ്ട് 34 dB. നമുക്ക് പോയിന്റ്സ് ഒക്കെ വരികയാണെങ്കിൽ അതിനെ ഒന്ന് റൗണ്ട് അപ്പ് ചെയ്തിട്ട് ഒരു വാല്യൂ ആയിട്ട് ചെയ്താൽ മതി. സോ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒമേഗ എല്ലിനും ഒമേഗ C1നും മാത്രമാണ് നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ വരിക. നെക്സ്റ്റ് ഒമേഗ വാല്യൂ തൊട്ടിട്ട് നമ്മുടെ ഇക്വേഷൻ ചേഞ്ച് ആവുകയാണ് ചെയ്യുക. സോ അത് ഇനി അങ്ങോട്ടുള്ളതൊക്കെ ഇക്വേഷൻ എന്ന് പറയുന്നത് മാറും. ദാറ്റ് ഈസ് ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ C2 ആണെങ്കിൽ our ഇക്വേഷൻ വിൽ ബി ലൈക്ക് ദിസ്. സ്ലോപ്പ് ഫ്രം ഒമേഗ C1 ടു C2 ഇൻറ്റു ലോഗ് ഓഫ് ഒമേഗ C2 ഡിവൈഡഡ് ബൈ ഒമേഗ C1 പ്ലസ് എ. നമുക്ക് തൊട്ട് മുമ്പേ കിട്ടിയിട്ടുള്ള ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ C1 വാല്യൂ. സോ നമ്മൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ സ്ലോപ്പ് ഫ്രം ഒമേഗ C1 ടു C2 എന്ന് പറയുന്നത് C1 ടു C2 വരുന്ന ഫസ്റ്റ് സ്ലോപ്പ് എന്ന് പറയുന്നത് -40 ആണ്. സോ -40 ഇൻറ്റു ലോഗ് ഓഫ് ഒമേഗ C2 എന്ന് പറയുന്നത് 5 ആണ്, ഒമേഗ C1 എന്ന് പറയുന്നത് 2 ആണ്. സോ 5/2 പ്ലസ് എനിക്ക് തൊട്ട് മുമ്പ് കിട്ടിയിട്ടുള്ള ഗെയിൻ എന്ന് പറയുന്നത് 34 dB ആണ്. സോ പ്ലസ് 34 വിച്ച് ഇസ് ഈക്വൽ ടു 18 dB ആണ് എനിക്കവിടെ കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ C3 ആണെങ്കിൽ ഒമേഗ C3 എന്ന് പറയുന്ന വാല്യൂവിൽ ഈ ഇക്വേഷൻ ആണ് വരിക. സ്ലോപ്പ് ഫ്രം ഒമേഗ C2 ടു ഒമേഗ C3 ഇൻറ്റു ലോഗ് ഓഫ് ഒമേഗ C3 ഡിവൈഡഡ് ബൈ ഒമേഗ C2. സ്ലോപ്പ് ഫ്രം ഒമേഗ C2 ടു ഒമേഗ C3 എന്ന് പറയുന്നത് -60 ആണ്. സോ -60 ഇൻറ്റു ലോഗ് ഓഫ് ദെൻ ഒമേഗ C3 ഇസ് 100 ഡിവൈഡഡ് ബൈ 5 ആണ് എനിക്ക് വരുന്നത്. ഇവിടെ തൊട്ട് മുമ്പേ കിട്ടിയിട്ടുള്ളത് 18 dB ആണ്. സോ പ്ലസ് 18 dB, എനിക്ക് -60 dB ആണ് അവിടെ കിട്ടുന്നത്. ആൻഡ് വാട്ട് ഈസ് ദ നെക്സ്റ്റ് വാല്യൂ? അറ്റ് ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ എച്ച്. ഈ സെയിം ഇക്വേഷൻ തന്നെയാണ് നമുക്കിവിടെ വരിക, വിച്ച് ഇസ് ഈക്വൽ ടു എന്താ വരിക? സ്ലോപ്പ് -40 ഇൻറ്റു ലോഗ് 200 ആണ് നമ്മളിവിടെ ഒമേഗ എച്ച് അസ്യൂം ചെയ്തിട്ടുള്ളത്, ഡിവൈഡഡ് ബൈ 100. ദെൻ നമുക്ക് തൊട്ട് മുമ്പേ കിട്ടിയിട്ടുള്ളത് -60 ആണ്. സോ -60 which is equal to -72 dB ആണ് കിട്ടുന്നത്. സോ ഈ വാല്യൂസ് എല്ലാം നമ്മൾ ടാബുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമുക്കവിടെ കിട്ടുക. സോ ഇത് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് സെമിലോഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാനാണ് പോകുന്നത്. സോ ഇതാണ് നമ്മളുടെ സെമിലോഗ്രാഫ് ആയിട്ട് വരുന്നത്. സോ സെമിലോഗ്രാഫിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ആക്സിസ്, നമ്മളുടെ ലോഗരിതമിക് സ്കെയിലുള്ള ആക്സിസ് ആണ് നമ്മളുടെ ഒമേഗ വാല്യൂ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് അവർ ഒമേഗ വാല്യൂ. സോ ഈ ഒമേഗ വാല്യൂ നമുക്കിവിടെ കിട്ടിയിട്ടുള്ള എന്താണ്? 0.1 ടു 200 വരെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ ഈ 0.1 ടു 200 വരെ നമുക്ക് ഇവിടെ കിട്ടുന്ന രീതിയിൽ നമ്മൾ അതിനെ ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ എനിക്ക് ദിസ് ഇസ് മൈ പാർട്ടീഷൻ
സോ ഈ പോയിന്റുകളിൽ ആദ്യം ഞാൻ 0.1 കൊടുക്കുന്നു, then 1, and this is 10, then 100, and this is 1000. സോ ഒമേഗ ഞാൻ ഈ രീതിയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇനി എനിക്ക് ഗെയിൻ ആണ് പറയേണ്ടത്. സോ ഗെയിൻ എന്ന് പറയുന്നത് ഈ ഒരു ആക്സിസിലാണ് ഞാൻ പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അവിടെ എനിക്ക് 62 മൈനസ് 72 വരെയാണ് കിട്ടിയിട്ടുള്ളത്. സോ ഈ വാല്യൂ വരുന്ന രീതിയിൽ നമ്മൾ ഈ ആക്സിസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഓക്കെ, 20 dB യൂണിറ്റ്സിലാണ് ഞാനത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഓരോ വാല്യൂസും പ്ലോട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ എനിക്ക് ഫസ്റ്റ് എന്താണ്, 0.1 എനിക്ക് 60 ആണ് വരുന്നത്. സോ 0.1 60 എന്ന് പറയുന്നത് ദിസ് ഈസ് മൈ പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് 2 34 ആണ് വരുന്നത്. സോ 2 is this is 1, this is 2, 34 ആണ് വരുന്നത്. സോ this is 40, this is 20, so this will be 30. സോ 34 എന്ന് പറയുന്നത് നിയർലി ഈ ഒരു പോയിന്റിലായിരിക്കും. ഇനി നെക്സ്റ്റ് എനിക്ക് വരുന്നത് എന്താണ്, 5 എനിക്ക് 18 ആണ് വരുന്നത്. 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് 1, ദിസ് ഇസ് 10. 5 എന്ന് പറയുന്നത് ഇതാണ് വരുന്നത്. 5 എനിക്ക് 18 ആണ് കിട്ടുന്നത്. 18 മീൻസ് ഇതാണ് 20. സോ 20 നിന്ന് കുറച്ച് താഴെ ദിസ് വിൽ ബി മൈ 18. ഓക്കെ, നെക്സ്റ്റ് 100 ആണ് വരുന്നത്. 100 എനിക്ക് -60 ആണ് വരുന്നത്. ദിസ് ഇസ് മൈ 100 ആൻഡ് -60 എന്ന് പറയുന്നത് ദിസ് ഇസ് മൈ -60. സോ 100 ആൻഡ് -60 ഈ പോയിന്റ് ആണ് എനിക്ക് നെക്സ്റ്റ് കിട്ടുന്നത്. അടുത്തത് 200 -72 ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. സോ ദാറ്റ് മീൻസ് ദിസ് ഇസ് 200 മീൻസ് ദിസ് ഇസ് 200. 200 72, ദിസ് ഇസ് 70. ഈ ഒരു വാല്യൂ ആയിരിക്കും എനിക്കവിടെ കിട്ടുക. ഓക്കെ, സോ ഇത്രയും പോയിന്റ്സുകളാണ് എനിക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ കിട്ടുന്നത്. ഒരു സ്കെയിൽ എടുത്തതിന് ശേഷം ഈ സ്കെയിൽ വെച്ചിട്ട് ഈ പോയിന്റ്സുകൾ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ്. ഓക്കെ, സോ ഈ പോയിന്റുകൾ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മളിവിടെ സ്ലോപ്പുകൾ മാർക്ക് ചെയ്യുക. സോ -20 ആണ് നമ്മുടെ ഫസ്റ്റ് സ്ലോപ്പ്. ദെൻ നെക്സ്റ്റ് -40 dB ആണ് സെക്കൻഡ് സ്ലോപ്പ്. തേർഡ് എന്ന് പറയുന്നത് -60 dB ആണ്. ദെൻ -40 dB ആണ് അടുത്ത സ്ലോപ്പ്. സോ ദിസ് ഈസ് അവർ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഫേസ് പ്ലോട്ട് ആണ് വരയ്ക്കേണ്ടത്. ഫേസ് പ്ലോട്ട് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഫേസ് പ്ലോട്ട് വളരെ ഡയറക്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുക. സോ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ ട്രാൻസ്ഫർ ഫംഗ്ഷനകത്ത് നിന്ന് നമ്മൾ ഫേസിന്റെ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുകയാണ് ചെയ്യുക. സോ ഫേസ് ആംഗിൾ ഓഫ് ജി ഓഫ് ജെ ഒക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ ലെക്ചേഴ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇവിടുത്തെ കേസിൽ നമ്മളിത് റെഫറൻസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ് ഫസ്റ്റ് ടേം 100 ഡിവൈഡഡ് ബൈ ജെ ഒമേഗയാണ്. സോ 1/j omega എന്നുള്ള ഫോമാണ്. 1/j omega എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -90 ഡിഗ്രി ആണ് നമുക്ക് ഫസ്റ്റ് വരിക. അടുത്ത ടേം എന്ന് പറയുന്നത് 1/1 പ്ലസ് 0.5 j omega ആണ്. സോ 1 ഒരു കോംപ്ലക്സ് ടേം ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ആംഗിൾ എങ്ങനെ എടുക്കുക, -tan inverse ഓഫ് b/a എന്നാണ്. സോ -tan inverse ഓഫ് b എന്ന് പറയുന്നത് നമുക്കിവിടെ 0.5 omega ആണ്, ഡിവൈഡഡ് ബൈ 1 ആണ് വരിക. സെക്കൻഡ് ടേം എന്താണ് 1/1 പ്ലസ് 0.2 j omega ആണ്. സോ അതിന് -tan inverse ഓഫ് 0.2 omega വരും. നെക്സ്റ്റ് ടേം ന്യൂമറേറ്ററിലാണ്. സോ നമുക്കറിയാം ന്യൂമറേറ്ററിലാണെങ്കിൽ ഇറ്റ് വിൽ ബി പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് b/a. സോ പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് b എന്ന് പറയുന്നത് 0.01 omega ആണ്, ഡിവൈഡഡ് ബൈ 1. സോ ദിസ് വിൽ ബി അവർ ഇക്വേഷൻ. സോ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒമേഗയുടെ വാല്യൂസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം ഓരോ വാല്യൂസും കണ്ടുപിടിക്കുക. സോ നമുക്ക് കിട്ടിയിട്ടുള്ള ഒമേഗ വാല്യൂസ് എന്ന് പറയുന്നത് 0.1, 2, 5, 100, 200 അങ്ങനെയൊക്കെയാണ്. സോ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഒമേഗയുടെ 1-2 എക്സ്ട്രാ വാല്യൂസും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡ്രോ ചെയ്യുമ്പം ഒരു സ്മൂത്ത് ലൈന് നമുക്കവിടെ കിട്ടും. സോ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് നമ്മൾ കാൽക്കുലേറ്ററിനകത്ത് നമുക്ക് ഒമേഗയുടെ വാല്യൂസ് ഇട്ടിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. സോ കാൽക്കുലേറ്ററിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് മേക്ക് ഷുവർ ദ കാൽക്കുലേറ്റർ ഈസ് ഇൻ ഡിഗ്രി. ഓക്കെ, സോ നമുക്കിവിടെ കിട്ടിയിട്ടുള്ള വാല്യൂ എന്താണ്, -90 മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 0.5 ഇൻറ്റു നമ്മുടെ ഫസ്റ്റ് ഒമേഗ വാല്യൂ എന്ന് പറയുന്നത് 0.1 ആണ്. സോ 0.1 മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 0.2 ഇൻറ്റു 0.1 പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ്
0.01 into 0.1. സോ ഇത് നമുക്ക് കിട്ടുന്നത് -93 ആണ് വരുന്നത്. സോ ഫസ്റ്റ് വാല്യൂ നമ്മൾ റൗണ്ട് ചെയ്തിട്ട് -93 ആയിട്ട് കൊടുത്തു. നെക്സ്റ്റ് നമുക്ക് എന്താണ് ഒമേഗയുടെ വാല്യൂ 0.5 ആണ് വരുന്നത്. സോ നമ്മൾ കാൽക്കുലേറ്ററിനകത്ത് ഈ 0.1 കൊടുത്തിടത്തൊക്കെ 0.5 കൊടുത്ത് നോക്കുക. സോ 0.5 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താണ് -109 ആണ് കിട്ടുന്നത്. സോ നമുക്കവിടെ -109 ആയിട്ട് അപ്രോക്സിമേറ്റ് എഴുതാം. സോ ഇതുപോലെ നമ്മൾ കാൽക്കുലേറ്ററിനകത്ത് എല്ലാ വാല്യൂസിനും ഉള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. സോ ഇപ്പോൾ നമുക്ക് ഫേസിൻ്റെ പ്ലോട്ട് ചെയ്യാനുള്ള വാല്യൂസ് നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. സോ ഈ വാല്യൂസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഫേസ് പ്ലോട്ട് വരയ്ക്കാൻ പോകുന്നത്. സോ നമ്മൾ സെമിലോഗ്രാഫിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈഡാണ് നമ്മൾ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടായിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റൈറ്റ് സൈഡാണ് നമ്മൾ ഫേസ് പ്ലോട്ടായിട്ട് വരയ്ക്കാൻ പോകുന്നത്. സോ ഇതിൽ ഒമേഗ എന്ന് പറയുന്നത് നമ്മളുടെ ഈ സെയിം ആക്സിസ് തന്നെയായിരിക്കും. ഫൈ എന്ന് പറയുന്ന ഫേസ് ഷിഫ്റ്റിനെ നമ്മൾ ഈ ആക്സിസിലേക്കാണ് പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷനിൽ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് -220 ആണ് നമുക്ക് കിട്ടുന്നത്. മിനിമം വാല്യൂ എന്ന് പറയുന്നത് -93 ആണ് വരുന്നത്. ഈ വാല്യൂസ് നമുക്കിവിടെ കിട്ടുന്ന രീതിയിൽ ഇതിനെ ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. സോ ഈ രീതിയിലാണ് ഞാനിതിവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഒമേഗ ഈസ് 0.1 ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ് -93 ആണ്. സോ ഒമേഗ ഈസ് 0.1 എന്ന് പറയുന്നത് ഈ പോയിന്റ് ആണ്. ആൻഡ് 93 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദിസ് ഇസ് 100, ദിസ് ഇസ് 80. സോ നിയർലി ഈ ഒരു 90 ഈ ഒരു പോയിന്റിലായിരിക്കും നമുക്ക് കിട്ടും. സോ അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 0.5 ആണ്, അതിന് -109 ആണ് വരുന്നത്. 0.5 മീൻസ് ഇതാണ് നമ്മളുടെ 0.5 എന്ന് പറയുന്നത്. അതിൽ 109 ആണ് നമുക്ക് വേണ്ടത്. സോ ജസ്റ്റ് മാർക്ക് ദർ. അടുത്ത വാല്യൂ 2ന് -155 ആണ് വരുന്നത്. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ 2 എന്ന് പറയുന്നത്. 150, ദിസ് ഇസ് 160, ദിസ് ഇസ് 150. 155 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് വിൽ ബി അവർ നെക്സ്റ്റ് പോയിന്റ്. ജനറൽ ആയിട്ട് കിട്ടുന്ന കുറച്ച് പോയിന്റ്സുകൾ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. ഫേസ് പ്ലോട്ട് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ബേസിക്കലി കൈകൊണ്ട് തന്നെയാണ് ഇത് ജോയിൻ ചെയ്യുക. സോ ജോയിൻ ചെയ്ത് കിട്ടുന്ന വാല്യൂസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എനിക്ക് കിട്ടുന്നത്. സോ ഈ വാല്യൂ വെച്ചിട്ട് നമ്മളിവിടെ ഫേസ് പ്ലോട്ട് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. സോ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടും ഫേസ് പ്ലോട്ടും നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് വേണ്ടത്, ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ക്രോസ് ഓവർ ഫ്രീക്വൻസി ആൻഡ് ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി. സോ മാഗ്നിറ്റ്യൂഡ് ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് എടുക്കുക. ഈ റെഡ് ആണ് നമ്മുടെ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട്. അതിൽ 0 തട്ടുന്ന 0 ക്രോസിംഗ് പോയിന്റ് നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഇവിടുത്തെ കേസിൽ ഇതാണ് നമ്മളുടെ 0 ക്രോസ് ഓവർ പോയിന്റ് ആയിട്ട് വരുന്നത്. സോ ജസ്റ്റ് ഡോട്ടഡ് ലൈൻ ആയിട്ട് വരച്ച് വെക്കുക. ആൻഡ് ഇതിൽ നമുക്ക് ക്രോസ് ചെയ്യുന്നത് ഏത് പോയിന്റിലാണെന്ന് നോക്കുക. നിയർലി 10ൻ്റെ അടുത്താണ് നമുക്ക് വരുന്നത്. സോ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ദിസ് ഇസ് അവർ ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി ആണ്. ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി കാണുന്നതിന് വേണ്ടിയിട്ട് ഫേസിനകത്ത് -180 ഡിഗ്രി എവിടെയാണെന്നുള്ളത് നോക്കുക. -180 നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇത് എവിടെയാണോ പോയി ക്രോസ് ആവുന്നത് അതിൻ്റെ ഫ്രീക്വൻസി എത്രയാന്നുള്ളത് നോക്കുക. സോ ഈ ഒരു ലൈനിൽ അറൌണ്ട് 4 ആണ് എനിക്ക് കിട്ടുന്നത്. ദാറ്റ് ഈസ് ഒമേഗ ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി നിയർലി 4 റേഡിയൻസ് പെർ സെക്കൻഡ്സ് ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഒമേഗ ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി നിയർലി 10 റേഡിയൻസ് പെർ സെക്കൻഡ്സ് ആണ് എനിക്ക് അവിടെ കിട്ടുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ ബോഡെ പ്ലോട്ട് ചെയ്യുക. സോ ബോഡെ പ്ലോട്ട് വരച്ചതിന് ശേഷം ഡോണ്ട് ഫോർഗെറ്റ് ടു മെൻഷൻ ദ സ്കെയിൽ. സോ ഇത്രയാണ് നമുക്കിതിൽ സോ ഇങ്ങനെയാണ് നമ്മൾ ബോഡെ പ്ലോട്ട് വരയ്ക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.